പല പ്രവാസികൾക്കും തോന്നുന്ന ഒരു കാര്യമുണ്ടല്ലോ, അവർ ജോലിയിൽ അത്ര പ്രാപ്തരല്ല എന്ന് തോന്നുന്ന കുറെ ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് അത്ര പ്രൊഡക്റ്റീവ്. ഞാൻ ഇപ്പോൾ കോർപ്പറേറ്റ് ട്രെയിനിങ് ഒക്കെ ഒരുപാട് അതെ എടുക്കുന്നുണ്ടല്ലോ. അതെ അപ്പോൾ അത് കാരണം എന്ന് വെച്ചാൽ പല സ്ഥലത്തും പോകുമ്പോൾ അവരൊരു 100% ഒരു പ്രൊഡക്ടിവിറ്റി അവർ പുറത്തിരിക്കുന്നുണ്ടാവില്ല. അതിനെന്താ ശരിക്കും കാരണം? പ്രൊഡക്ടിവിറ്റി കൂടുതൽ എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? കാരണം നമ്മളെ മോസ്റ്റ് ഓഫ് ദി ടൈം ആളുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ജോലി കിട്ടി, ഓക്കെ, പഠിച്ചു, കോളേജ് കഴിഞ്ഞു, സ്കൂളിൽ വന്നു, കോളേജ് കഴിഞ്ഞു, അവരൊരു ജോലി കിട്ടി. ആ ജോലി കിട്ടി എവിടെയെങ്കിലും ഒരു ഓഫീസിൽ കയറി കഴിഞ്ഞാൽ ആ ഒരു കംഫർട്ട് സോണിൽ പോകും. ഉം. ഓ, പുതുതായിട്ടൊരു ലേണിങ്ങിന് വേണ്ടി ശ്രമിക്കത്തില്ല, പുതുതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കത്തില്ല. അവർക്കൊരു ടൈം ഫ്രീ കിട്ടുമ്പോൾ അവർ കൂടുതലും ചെയ്യുന്നത് എന്താണ്? മൊബൈലിൽ വാച്ച് ചെയ്യുക, സ്ക്രീൻ ടൈം, റീൽസ്, സോഷ്യൽ മീഡിയ, ഇതിലൊക്കെ സമയം സ്പെൻഡ് ചെയ്യും. അപ്പൊ ഇത് അതൊരു മേജർ കൺസേൺ ആണ്, ഇവരുടെ പ്രൊഡക്ടിവിറ്റി കുറയുക. പിന്നെ കമ്പാരിസൺ, ഉം. അതായത് നമ്മൾ ആരെയൊക്കെയോ നേടാൻ വേണ്ടി, അല്ലെങ്കിൽ ചുറ്റിനുള്ളവരുടെ അല്ലെങ്കിൽ മാനേജേഴ്സിന്റെ ഒക്കെ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി, അവരെയൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലുമൊക്കെ രീതിയിൽ വർക്കിൽ ഫോക്കസ് ചെയ്യും, ഉം. അല്ലെ? ഓക്കെ. ഒരു ലോങ് ടേം പ്രൊഡക്ടിവിറ്റിയിലേക്ക് നോക്കത്തില്ല. ഉം. അപ്പൊ ആ ടൈമിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ ഒരു രീതിയിൽ ചിലപ്പോൾ അത് മാനിപ്പുലേറ്റീവ് ആയിട്ടായിരിക്കാം, പ്രോപ്പർലി ആയിരിക്കാം, പക്ഷേ ആ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഗ്രാറ്റിഫിക്കേഷൻ മാത്രമേ നോക്കുള്ളൂ. ഉം. അവരുടെ സ്കിൽ എന്താണ്, അവരുടെ നോളജ് എന്താണ്, അതിന് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, എവിടേക്കാണ് അവരുടെ ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ്, അതെങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, അതൊന്നും അവർ ശ്രമിക്കില്ല. ഓക്കെ. ഉം. അതുകൊണ്ട് തന്നെയാണ് ചില ആളുകളെ കണ്ടിട്ടുണ്ട്, ഇപ്പൊ പ്രത്യേകിച്ച് കമ്പനികളിലൊക്കെ, ഞാനിപ്പോൾ ട്രെയിനിങ്ങിലൊക്കെ പോകുമ്പോൾ ഞാൻ കാണുന്നത്, എത്ര വർഷമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ അവർക്ക് 15 വർഷമായി, 14 വർഷമായി, 20 വർഷമായി. പക്ഷെങ്കിൽ അവർ ഭയങ്കര ഡെസ്പറേറ്റ് ആയിരിക്കാം, ഭയങ്കര വറീഡ് ആയിരിക്കാം. അപ്പോൾ അവരോട് ഞാൻ പേഴ്സണൽ 1-on-1 സെഷൻ ചെയ്യുമ്പോൾ അവർ പറയുന്ന ഇതാണ്: ഞാൻ 15 വർഷമായി കമ്പനിയിൽ വന്ന്, പക്ഷെ പുതിയ വന്ന പിള്ളേർക്കൊക്കെ എന്നെക്കാളും ഡബിൾ സാലറി ഉണ്ട്, അവർക്ക് എന്നെക്കാളും കൂടുതൽ റെസ്പെക്ട് കിട്ടുന്നുണ്ട്. അപ്പോഴ് ഞാൻ ചോദിച്ച ഒരു കാര്യം ഇതാണ്: വാട്ട് ഈസ് ദാറ്റ്? ശരിയാണ്, നിങ്ങൾ കംഫർട്ട് സോണിൽ ഒരു നല്ലൊരു കമ്പനി കയറി, നിങ്ങൾ എന്താണ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങളെ തന്നെ അപ്സ്കിൽ ചെയ്യാൻ വേണ്ടി, അല്ലെ? ഇപ്പൊ വരുന്നത് ബ്ലെയിം പാറ്റേൺ ആണ്. എനിക്ക് കിട്ടാത്തത് എന്തും എനിക്ക് ബ്ലെയിം ആണല്ലോ. അപ്പം നമ്മൾ ആ കമ്പനീനെ ബ്ലെയിം ചെയ്യും, ആളുകളെ ബ്ലെയിം ചെയ്യും. ഇനി എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, ബിക്കോസ് ഞാൻ ഓൾറെഡി ഇത്രയും വർഷം വർക്ക് ചെയ്ത് വേറൊരു കമ്പനി കണ്ടുപിടിക്കലൊന്നും നടക്കില്ല. ശരിയാണ്. അപ്പോൾ നമ്മുടെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് നമുക്കില്ലാതെ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റീവായ ടൈം എല്ലാം പല കാര്യങ്ങളിലും യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മളെ തന്നെ അപ്സ്കിൽ ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ കാണേണ്ട വരുന്നതും വിഷമിക്കേണ്ടി വരുന്നതും പ്രൊഡക്റ്റീവ് ആകാതെ ഇരിക്കുന്നതും. ഓക്കെ. ഇതിപ്പോ പല ആൾക്കാർക്കും അറിയാലോ ഇപ്പൊ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നത്. പക്ഷെ എന്നിട്ടും അവരവരുടെ സ്വന്തം ഒരു വിജയവും സന്തോഷമൊക്കെ അവർ നശിപ്പിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? നശിപ്പിക്കുന്ന ഇപ്പൊ എല്ലാവർക്കും അറിയാം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഹാപ്പിനെസ് ആണ് പോണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നിട്ടും അവർ ഇത് അറിഞ്ഞുകൊണ്ടും ആൾക്കാരിൽ ഒരു ടെൻഡൻസി ഉണ്ടാവുന്നു, എന്നിട്ട് ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ. അതെന്തുകൊണ്ടായിരിക്കും? റിപ്പീറ്റ് ചെയ്യാൻ ഇതെല്ലാം കംഫർട്ട് സോൺ ആണ്. ഞാൻ മുമ്പേ പറഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. മുമ്പ് പറഞ്ഞില്ലേ, വൈ ആൻസേഴ്സ്. അതായത് നമ്മൾ തന്നെ ചോദിക്കും, എനിക്ക് എന്തുകൊണ്ടാണ് പഠിക്കാൻ അല്ലെങ്കിൽ എനിക്കൊരു ലേണിങ്ങിന് സമയം കിട്ടാത്ത? ഇന്ന കാരണങ്ങൾക്കുണ്ട്. എനിക്ക് എൻ്റെ വർക്ക് ഷെഡ്യൂൾ ഇങ്ങനെയാണ്, എനിക്ക് ട്രാവൽ ചെയ്യാനുണ്ട്, എനിക്ക് ഒത്തിരി ട്രാഫിക്കിൽ കുടുങ്ങും, ഞാൻ വീട്ടിൽ വരുമ്പോഴത്തേനും ടയേർഡ് ആവും. അപ്പം നമ്മൾ നമ്മുടേതായിട്ടുള്ള ആൻസേഴ്സ് നമ്മുടെ ബ്രെയിനിൽ തന്നെ ഓൾറെഡി ഫീഡഡ് ആണ്, ഓൾറെഡി വയേർഡ് ആണ്. നമുക്ക് കിട്ടുന്ന ആൻസേഴ്സും അങ്ങനെ തന്നെയായിരിക്കും. അതിന് പകരമായിട്ട് നമ്മൾ അതിനെ ഒന്ന് റീവയർ ചെയ്തേ, എന്നിട്ട് അതിനെ ഒന്ന് ഫ്രെയിം ചെയ്തേ, നമ്മൾ തന്നെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്തേ. ഞാൻ ഈ വർഷം ഇപ്പൊ 2025 തുടങ്ങിയിട്ടേ ഉള്ളൂ, അല്ലെ? ഇത് കാണുന്നതും ഇത് ലിസൺ ചെയ്യുന്ന ഓരോ ഓഡിയൻസും ഒന്ന് സെൽഫ് റിഫ്ലക്ട് ചെയ്യുക, അല്ലെ? 2024 ഞാൻ എന്താ ഏൺ ചെയ്തത് എനിക്ക് വേണ്ടി? ദാറ്റ്സ് എ സെൽഫ് ലവ്, അല്ലെ? ഞാൻ എന്നിൽ തന്നെ കൊടുക്കുന്നതാണ് എന്ത് കാര്യങ്ങളും. സെൽഫ് ലവ് ഈസ് നോട്ട് ദാറ്റ് യു ഗോ ടു of course, going to doing something അല്ലെങ്കിൽ buying someone, everything can be self love. However, self love is all about ഞാൻ എനിക്ക് വേണ്ടി എന്താ ചെയ്തത്. അത് ഇൻക്ലൂഡിങ് നമ്മൾ പോയി ഒരു നല്ല പാർലറിൽ പോയി മുടി റെഡിയാക്കുന്നത് തൊട്ട് നല്ല ഫുഡ് നമ്മളെ ഫീഡ് ചെയ്യുന്നത് പോലെ നല്ലൊരു ഡ്രസ്സ് നമുക്ക് ഓഫർ ചെയ്യുന്ന ഗിഫ്റ്റ് നമുക്ക് നമ്മൾ തന്നെ ഓഫർ ചെയ്യുന്നതോടൊപ്പമാണ് ലേണിങ്ങും. ഓക്കെ. അത് പറഞ്ഞ പോലെ ഇപ്പൊ ഈ മാനസിക ആരോഗ്യത്തെ പറ്റിയിട്ട് ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ എന്തായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ? മാനസിക ആരോഗ്യത്തിനെ കുറിച്ച് ഏറ്റവും തെറ്റിദ്ധാരണ എനിക്ക് തോന്നുന്നത് ഇപ്പൊ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതായത് ഇത് എക്സിറ്റ് ചെയ്യുന്നേ ഇല്ല, ഈ ലോകത്ത് ഇതില്ല, ഇങ്ങനൊരു സംഭവം ഇല്ല എന്നുള്ളൊരു തോട്ടുണ്ട്. ഇത് നമുക്ക് പനി വരുന്നത് പോലെയും തലവേദന വരുമ്പോഴും ഒക്കെ നമ്മൾ പോയി അപ്പം തന്നെ ഏതെങ്കിലും ഒരു ടാബ്ലറ്റ് പിക്ക് ചെയ്ത് കഴിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു അഡ്വൈസ് എടുക്കുക, നമ്മൾ റെസ്റ്റ് എടുക്കുക.
ഫുഡ് മാറ്റി ചിലപ്പോൾ കഞ്ഞിയെ കുടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യത്തില്ലയോ? പക്ഷേ മെൻ്റൽ ഹെൽത്തിന് മാത്രം നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്കിപ്പോൾ ഒരാളോട് ഷെയർ ചെയ്ത് അവർ പറയും, ഇതിനാണോ നീ കരയണേ, അല്ല നിനക്ക് വട്ടാണ്, ഇതിനൊന്നും വേണ്ടി നിന്റെ സമയം സ്പെൻഡ് ചെയ്യല്ലേ, നീ ഒരു കാര്യം ചെയ്യ്, നീ പോയി കുറച്ച് വെള്ളം കുടിക്കാനായിരിക്കും അവർ പറയാം, അല്ലെങ്കിൽ നമുക്കൊരു പാർട്ടി ചെയ്യാമെന്നായിരിക്കും പറയാം, അല്ലേ? അപ്പം ഈ ഒരു കൺസെപ്ഷൻ അതാണ് നമ്മൾ കംപ്ലീറ്റ്ലി മാറേണ്ടത്, ഈ ഒരു തോട്ട് പാറ്റേൺ. അതിന് പകരം നിങ്ങൾക്ക് തന്നെ തോന്നുവാണ് ഐ നീഡ് സമ്വൺസ് ഹെൽപ്പ്, എനിക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, ഐ നീഡ് ടു കൺസൾട്ട് സമ്വൺ, അല്ലെങ്കിൽ എനിക്കൊരു എക്സ്റ്റേണൽ ഹെൽപ്പ് എടുക്കണമെന്ന് തോന്നുമ്പോൾ അതിന് അവെയറായിട്ട് അതിന് മുന്നോട്ട് വരിക എന്നുള്ളതാണ്. അതിൽ കോവിഡിന് ശേഷം ഒരുപാട് ചേഞ്ചസ് ഉണ്ട്, അത് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. ബിക്കോസ് കോവിഡിന് മുമ്പ് ഇതൊക്കെ സീക്രട്ട് ആയിരുന്നു. ഇപ്പോൾ ആളുകൾ കുറേയും കൂടെ അവെയർനെസ് ആണ്. ഈവൻ നമ്മുടെ അടുത്ത് വരുമ്പോൾ ചെറിയ കുട്ടികളെ മുതൽ പേരൻസ് ഭയങ്കരമായിട്ട് ഇപ്പം മുന്നോട്ട് വരുന്നുണ്ട്, ദാറ്റ് നീഡ് ടു ബി ടേക്കൻ ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് എന്നുള്ളത്. ഓക്കെ, ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാറ്റാൻ കഴിയാവുന്ന നല്ല ചിന്തകൾ ഉണ്ടാവാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിനുള്ള പ്രാക്ടീസ് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും? ഉറപ്പായിട്ടും വ്യക്തികളെ മാറ്റാൻ പറ്റുക എന്നുള്ളത് ആദ്യം ആ വ്യക്തി തന്നെയാണ് ഡിസൈഡ് ചെയ്യേണ്ടത്, അല്ലേ? ആദ്യം അവരൊന്ന് ആർട്ടിക്കുലേറ്റ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളിലാണ് എനിക്ക് മാറ്റം വേണ്ടത്, എന്തൊക്കെ ഏരിയാസ് ആണ് ദാറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എനിക്ക് മാറ്റണം എന്നുള്ളത്. അല്ലാതെ വേറൊരാൾ പറയുന്നതായിരിക്കില്ല, കൂടുതലും എനിക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കണമെന്നില്ല സുവീന് ഇഷ്ടപ്പെടുന്നത്, അല്ലെ? ഈച്ച് പെർസ്പെക്റ്റീവ് ഡിഫർ, അല്ലെ? അപ്പം നമ്മൾ കൂടുതലും എന്താ ചെയ്യുന്നുള്ള മറ്റുള്ളവരുടെ ഒരു വാലിഡേഷൻ, അല്ലെങ്കിൽ അവർ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യുക, അവർ പറയുന്നതാണ് ശരി എന്നുള്ള ഒരു തോട്ട് പാറ്റേണിൽ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയും മറ്റുള്ളവരുടെ ഒരു അപ്രൂവലിന് വേണ്ടിയും ചെയ്യുന്നുണ്ട്. അത് പാടില്ല. അതിന് പകരം നമ്മൾ തന്നെ ഒന്ന് വാലിഡേറ്റ് ചെയ്യുക, എവിടെയാണ് എനിക്ക് ചേഞ്ചസ് വരുത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളിലാണ് എനിക്ക് പ്രോബ്ലമായിട്ട് തോന്നിയിട്ടുള്ളത് എന്നുള്ളത് ആദ്യം അവെയർ കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് കൊണ്ടുവരിക എന്നുള്ളത്, ഞാൻ ഒരിക്കലും എപ്പോഴും എല്ലാവരും പോസിറ്റീവ് ആയിരിക്കണം, ടോക്സിക് പോസിറ്റിവിറ്റി എന്ന് ഞാൻ പറയും. അത് ചില ആളുകളുണ്ടല്ലോ, പല കാര്യങ്ങളെയും അവർ ഡിസ്മിസ് ചെയ്യും, വാലിഡേറ്റ് ചെയ്യാതെ ഡിസ്മിസ് ചെയ്യും. ഇപ്പോൾ അവർക്കൊരു സങ്കടം വന്നാൽ പോലും പോസിറ്റീവ് ആയിരിക്കണമെന്ന് പറഞ്ഞിട്ട് ആ സങ്കടത്തിനെ കുറിച്ചൊന്നും ആലോചിക്കാതെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല, അതല്ല പോസിറ്റിവിറ്റി. പോസിറ്റിവിറ്റി വാലിഡേറ്റിംഗ്, എന്താണ് എനിക്ക് സംഭവിക്കുന്നത്, ആ നെഗറ്റീവ് തിങ്കിങ്ങിനിടയിലും എന്താണ് ആ പോസിറ്റീവ് ഇൻറ്റൻറ്റ് ബിഹൈൻഡ് ദാറ്റ്, എന്താണിത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അതിനെ ഒന്ന് വാലിഡേറ്റ് ചെയ്യാം. അതിനുശേഷം ദെൻ സൊല്യൂഷൻ തിങ്കിങ്ങിലേക്ക് പോകുക, അല്ലേ? കൂടുതൽ ആളുകൾ എല്ലാം ഡിസ്മിസ് ചെയ്തിട്ട്, ഇപ്പൊ ഈവൻ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്, പല വീടുകളിലും കണ്ടിട്ടുണ്ട്, അവർ ഈ ഡിസ്കഷന് പോലും നിൽക്കാതെ അതൊക്കെ നെഗറ്റീവ്, അത് വിട്, അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട. അതല്ല, ടോക്ക്, സംസാരിക്കുക. വേറൊരാളുടെ ഹെൽപ്പ് വേണമെങ്കിൽ അവരോട് ഡിസ്കസ് ചെയ്യുക, ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് വേണമെങ്കിൽ അത് ചെയ്യും. അങ്ങനെയെല്ലാം ചെയ്ത് നമ്മൾ തന്നെ അതിനെ ഒന്ന് ആർട്ടിക്കുലേറ്റ് ചെയ്യണം, നമ്മൾ തന്നെ അതിനുള്ള ഒരു എന്താണെന്നുള്ളതൊന്ന് കണ്ടുപിടിക്കണം. എപ്പോഴും ഡിസ്കവർ ദ വൈ, എന്താണ് ഇതിൻ്റെ റീസൺ പുറകിൽ, എന്താണ് ഞാൻ ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങൾ, എന്തൊക്കെ ഓപ്ഷൻസ് ആണ്. ഇത് നമ്മൾ അൺകോൺഷ്യസ് ഇൻകോമ്പറ്റൻസ് എന്ന് പറയുന്നത്, നമ്മൾ അൺകോൺഷ്യസ്ലി ഇൻകോമ്പറ്റൻസ് ആണ് മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങൾ. എനിക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്കറിയില്ല. വെൻ യു ട്രൈ ടു അത് ആദ്യം ഒന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് വേണ്ടത്, അത് ആ തോട്ട് തന്നെ ഭയങ്കര അമേസിങ് ആണ്. വെൻ ഐ നോ ദാറ്റ് വാട്ട് ഐ വോണ്ട്, യു ഗെറ്റ് യുവർ ആൻസേഴ്സ്, അല്ലെ? പിന്നീടാണ് നമ്മൾ അതിനെക്കുറിച്ച് ശ്രമിക്കേണ്ടത്. അത് പല രീതിയിലും നമുക്ക് ആ ഒരു ആൻസറിലേക്ക് എത്തിക്കാം. അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് എഫക്റ്റീവായിട്ട് ഒത്തിരി പേരിൽ ട്രൈ ചെയ്തുള്ളവരാണ് റൈറ്റിംഗ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. അതെന്തിനാണ് ഞാനത് ചെയ്യണമെന്ന് എല്ലാവരോടും പറയുന്നതെന്ന് വെച്ചാൽ, മേ ബി 2025 ഈ ഇയറിൽ ചെയ്യാത്തവർക്ക് തുടങ്ങാവുന്ന ഒരു കാര്യമാണ്. പൊതുവേ നമ്മളിപ്പം കൂടുതലും കൗൺസിലിങ്ങിലും തെറാപ്പി സെക്ഷനിലും ഒക്കെ ആളുകൾ കണ്ടേക്കുന്നത്, അവരുടെ ചുറ്റിനും മൊത്തം അവർ പറയുമ്പം പ്രോബ്ലംസ് ആയിരിക്കും. അപ്പോൾ അവരുടെ കണ്ണിൽ അവർ കാണുന്നത് ഞാൻ ലോൺനെസ് ആണ്, ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എനി വൺ അറൗണ്ട് മീ, എനിക്ക് ആരും എന്നെ ഹെൽപ്പ് ചെയ്യാനില്ല, എൻ്റെ ജീവിതം മൊത്തം ഇങ്ങനെയാണ്, എനിക്ക് എപ്പോഴും പ്രശ്നങ്ങളാണ്, എനിക്ക് വിഷമങ്ങളാണ്, അല്ലേ? അപ്പം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്താണെന്ന് വെച്ചാൽ, ബേസിക്കലി അതിനെ ഒരിക്കലും സ്പിരിച്വാലിറ്റി ഇതൊന്നുമായിട്ട് കണക്ട് ചെയ്യേണ്ട, ഞാൻ സൈക്കോളജിക്കലിയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ വൈകുന്നേരം വരെ എനിക്ക് എന്തൊക്കെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ ലൈഫിൽ നടന്നു എന്നുള്ളത് ഒന്ന് എഴുതി വെക്കാൻ പറ്റിയാൽ, അതായത് രാവിലെ ഒരാൾ എനിക്കൊരു ചായക്കടയിൽ ചെന്നപ്പോൾ നല്ലൊരു ചായ തരുന്ന പോലെ എനിക്കൊരു പോസിറ്റീവ് ആയിരിക്കും,
അല്ലേ? ഒരു ഹാപ്പിനെസ് ആയിരിക്കും. എനിക്കൊരാൾ വെള്ളം ഓഫർ ചെയ്തു, ഗേറ്റ് തുറന്ന് തന്നത് തൊട്ട് വണ്ടി ഞാൻ ഡ്രൈവ് ചെയ്തപ്പോൾ എനിക്ക് ഒരാൾ സൈഡ് തന്നത് വരെ എന്നെ സംബന്ധിച്ച് ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. പക്ഷെ ഇതൊന്നും നമ്മൾ അഡ്രസ്സ് ചെയ്യത്തില്ല, അക്നോളജ് ചെയ്യത്തില്ല. ഇതൊക്കെ നമ്മൾ റെഗുലറായിട്ടും നോർമലൈസ് ചെയ്യും. അപ്പോൾ ഇതിനെ ഒന്ന് എഴുതി വെച്ചാൽ തുടങ്ങിയാൽ ഇന്ന് രാവിലെ ഞാൻ കണ്ണ് തുറന്നപ്പോൾ മുതൽ ഇന്ന കാര്യങ്ങൾ കണ്ടു, അല്ലേ? ബ്യൂട്ടിഫുൾ ആയിട്ട് എൻ്റെ ചുറ്റിലും നടന്ന കാര്യങ്ങളെ തൊട്ട് നമ്മൾ എഴുതി. ആദ്യമൊക്കെ ഡിഫിക്കൽട്ടായിരിക്കും. അപ്പം നമ്മൾ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് ഹാപ്പി ദാറ്റ് ഇത് എനിക്ക് സംഭവിച്ചു എന്നങ്ങനെ എഴുതി വെച്ച് കഴിയുമ്പോൾ നമ്മൾ എൻഡ് ഓഫ് ദി ഡേ അതിനെ ഒന്ന് റിഫ്ലക്ട് ചെയ്തേ എന്തോരം കാര്യങ്ങളായിരിക്കും നല്ല ഹാപ്പിയസ്റ്റ് മൊമെന്റ്സ് എൻ്റെ ലൈഫിൽ നടന്നേ. പക്ഷേ ഇത് എഴുതാതിരിക്കുമ്പോൾ നമ്മളിതൊന്നും ആർട്ടിക്കുലേറ്റ് ചെയ്യില്ല, നമുക്കിതൊന്നും അറിയില്ല. അപ്പം നമുക്ക് തോന്നുന്നത് നമ്മുടെ ചുറ്റിനും എല്ലാം നെഗറ്റീവ് ആയിരിക്കും. ഇങ്ങനെ നമ്മൾ എഴുതി കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളിലെയും ഗ്രാറ്റിറ്റ്യൂഡായിട്ട് കാണാൻ തുടങ്ങും. ആ മൊമെന്റിൽ തന്നെ അതിനെ അക്നോളജ് ചെയ്യാനും താങ്ക് യു പറയാനും നമുക്ക് കഴിയും. അപ്പം നമ്മുടെ ചുറ്റിനെല്ലാം ലൈറ്റ് ആയിരിക്കും, നെഗറ്റിവിറ്റി അല്ല. സോ ഈ ഒരു സംഭവം, ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും. ഗ്രാറ്റിറ്റ്യൂഡിന് അതുപോലെ തന്നെ പോസിറ്റീവ് തിങ്കിങ് ഒക്കെ ഒരാളുടെ മാനസികമായ അവസ്ഥയെ ഇത്രയും കൂടുതൽ സ്വാധീനിക്കുന്നുണ്ടോ ശരിക്കും? സെർട്ടൻലി. പോസിറ്റീവ് തിങ്കിങ് എന്ന് ഞാൻ പറയില്ല. എവിടെയാണ് പോസിറ്റീവ് തിങ്കിങ്? How it's then you are putting a rule that you need to think only positive. No, that doesn't happen because നമ്മൾ ഹ്യൂമൻ ബീയിങ് ആണ്. നമ്മൾ എല്ലാത്തിനെയും എൻകൗണ്ടർ ചെയ്യണം. ലൈഫ് ഹാസ് സെറ്റ് ബാക്സ്, അല്ലെ? ലൈഫ് എപ്പോഴും ബ്യൂട്ടിഫുൾ, നമ്മുടെ മൂവീസിന്റെ ഹാപ്പി എൻഡിങ് അല്ല. ലൈഫ് ഓൾവേസ് ഹാവ് എ സെറ്റ് ബാക്സ്, അല്ലെ? അപ്പം ആ സെറ്റ് ബാക്സിനെ നമ്മൾ എങ്ങനെ, അതിന് നമ്മൾ പറയുന്ന റെസിലിയൻസ് സ്കിൽസ് എന്ന് പറയും. അതായത് ആ സെറ്റ് ബാക്സിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതാണ്. കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുന്നത്, ആ സെറ്റ് ബാക്സിൽ കിടക്കും. ഓക്കെ, എൻ്റെ വരുന്ന ചാലഞ്ചസ്, എൻ്റെ ലൈഫ് ഇങ്ങനെ ആയല്ലോ എന്നോർത്ത് അവിടെ തന്നെ കിടന്ന് ഒരു ചുഴിയിൽ കിടക്കുന്നത് പോലെ അതൊരു ലൂപ്പാണ്. അത് ഈസിയാണ്, എല്ലാ ആളുകളെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നതും നമ്മുടെ തന്നെ അതും ഒരു കംഫർട്ട് സോണാണ്. എനിക്ക് ഇങ്ങനെ പറ്റും, എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയല്ലോ, എനിക്ക് എപ്പോഴും വിഷമങ്ങളാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ആ ലൂപ്പിൽ കിടക്കും. എത്ര ഞാൻ മേളിലോട്ട് രക്ഷപ്പെടാൻ നോക്കിയാലും അവിടെ തന്നെ ഞാൻ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും, അല്ലെ? അപ്പോൾ ഇതിനെ നമ്മൾ പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞ് ഇതിനെ ഒരിക്കലും ഡിസ്മിസ് ചെയ്യുവല്ല വേണ്ടത്, അതിനെ അക്നോളജ് ചെയ്യാണ്. ഓക്കെ, എൻ്റെ ലൈഫിൽ എനിക്ക് ഇത്ര പ്രോബ്ലംസ് ഉണ്ട്, ശരി, എനിക്ക് കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, എനിക്ക് കുറച്ച് പെയിൻ ഉണ്ട്, എനിക്കൊരു വിഷമമുണ്ട്, എനിക്ക് ബ്രേക്കപ്പ് ഉണ്ട്, ശരിയാണ്. ഓഫ് കോഴ്സ്, നൗ വാട്ട്? അപ്പോൾ അവിടെയാണ് സൊല്യൂഷൻ തിങ്കിങ് വരിക. ഇപ്പൊ ഇതിലിപ്പോ മെഡിറ്റേഷനും യോഗയൊക്കെ ഇതിൽ എത്രമാത്രം ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും? Certainly. See, ഇവിടെയും വേറൊരു ചാലഞ്ചിങ് പാറ്റേൺ ഉണ്ട്. ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് സ്ട്രെസ് ആണോ, മെഡിറ്റേഷൻ ചെയ്യൂ. അതും ഒരു ബിസിനസ്സിലേക്ക് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ട്രെസ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസൈറ്റി ആണോ, ഉടനെ യോഗ ചെയ്തോളൂ. അങ്ങനെയൊന്നും ഒരിക്കലും മാറില്ല. ഓക്കെ, സോ അഗെയിൻ ഇത് സ്ട്രെസ്സിന് വേണ്ടി, ഹീലിങ്ങിന് വേണ്ടി നമ്മൾ മെഡിറ്റേഷനും യോഗയും ഒക്കെ ചെയ്യുമ്പോൾ ആക്ച്വലി ഇവിടെ ഓൾറെഡി ആൾ ആർട്ടിക്കുലേറ്റ് ചെയ്തു, അല്ലെ? ഞാൻ ഓൾറെഡി തീരുമാനിച്ചു ദാറ്റ് എനിക്ക് സ്ട്രെസ് ആണെന്നുള്ള എൻ്റെ ആൻസർ എനിക്ക് കിട്ടി. അപ്പൊ ഇവിടെയാണ് ഞാൻ സൊല്യൂഷനിലോട്ട് പോകുമ്പോഴാണ് യോഗ നല്ലൊരു ഓപ്ഷൻ ആണെന്ന് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ യോഗയിലോട്ട് പോകും. അതിന് പകരം ഒരാൾ പറയുകയാണ്, നിങ്ങൾ ഹൈക്ക് ചെയ്യൂ, നിങ്ങൾ നടക്കാൻ പോകൂ, അതും ഞാൻ ആർട്ടിക്കുലേറ്റ് ചെയ്ത് എനിക്ക് അതാണ് സൊല്യൂഷൻ എന്നുണ്ടെങ്കിൽ അതാണ് സൊല്യൂഷൻ. അല്ലാതെ യോഗ മെഡിറ്റേഷനിൽ മാത്രം നമുക്കൊരു സൊല്യൂഷൻ അവിടെ കിട്ടുന്നില്ല. എനി ബോഡി മൂവ്മെന്റ്സും നമുക്ക് ഹെൽപ്പ് ചെയ്യും. യോഗ പിന്നെ ഒരു നമ്മളെ തന്നെ ഒന്ന് ട്രാൻസ്ഫോമും ചെയ്യുമല്ലോ. നമുക്കൊരു വെയിറ്റ് ലോസ് വരും, നമ്മുടെ തന്നെ ഫിഗറിലും നമ്മുടെ ഒരു കോൺഫിഡൻസിലും കൂടും, നമ്മളൊരു പുതിയൊരു ആക്ടിവിറ്റി ചെയ്യുന്നു. അപ്പോൾ അവിടെയും നമുക്കൊരു ഡോപ്പമിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമ്മൾ ചെയ്യാത്തൊരു കാര്യവും അല്ലെങ്കിൽ നമ്മളെ തന്നെ പുഷ് ചെയ്യുകയാണ്, നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സിനെയും തോട്ട്സിനെയും ഒക്കെ മാറ്റി നമ്മുടെ ഒരു ബോഡിയുടെ ഒരു എക്സ്ട്രീം വേർഷനിലേക്ക് നമ്മൾ തന്നെ പുഷ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻ്റ് ഉണ്ടല്ലോ. അതിൽ കൂടെ എല്ലാം ഇതേം പറയും, എന്ത് ആക്ടിവിറ്റി, ഈവൻ ഒരു മ്യൂസിക് പഠിച്ചാൽ പോലും, നമുക്കിഷ്ടമുള്ള എന്ത് സ്കില്ല് പഠിച്ചാൽ പോലും, നമ്മളെ തന്നെ പുഷ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ പോലും അതൊരു ഹീലിംഗ് ആയിരിക്കും. ഡോക്ടർ ഒരുപാട് NLP ട്രെയിനിങ് ഒക്കെ എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ NLPയുടെ ഒരു വരുന്ന നമ്മുടെ മൈൻഡിന്, നമ്മുടെ ഒരു ഫോർമേഷനെ മാറ്റല്ല ശരിക്കും പറഞ്ഞാൽ. ഇത് നമ്മൾ ഉണ്ടാകുന്ന ഒരു സ്റ്റേജിനെ കൺവേർട്ട് ചെയ്തിട്ടല്ലേ NLP ഇരിക്കുന്നത്. അതിന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, NLP കൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത്? ഓക്കെ, ഇപ്പം NLPനെ എനിക്ക് ഒരിക്കലും NLPനെ ഡിഫൈൻ ചെയ്യേണ്ട. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറയും. ന്യൂറോ നമ്മുടെ ബ്രെയിനിലുള്ള പ്രോസസ്, പ്രോഗ്രാമിംഗ് നമ്മൾ എങ്ങനെയാണോ പ്രോഗ്രാം ചെയ്തേക്കുന്നത്. ലിംഗ്വിസ്റ്റിക് ഇസ് എ ലാംഗ്വേജ്.
അപ്പം ആ പ്രോഗ്രാം, അതായത് നമ്മുടെ നമ്മൾ നോർമലി എന്താ സംഭവിക്കുന്നത്, ഇപ്പം ചില ആളുകൾ പറയാണ് എനിക്ക് സ്റ്റേജ് ഫിയർ ഉണ്ട്, എനിക്ക് പബ്ലിക് ഫിയർ ഉണ്ട്, എനിക്ക് ഹൈറ്റിനെ പേടിയാണ്, എനിക്ക് ഫോബിയ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഫ്രെയിം ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. എനിക്ക് പബ്ലിക് ഫിയർ ഉണ്ടെന്ന് ഒരാൾ പറയുമ്പം അതാണ് എൻ്റെ എൻ്റെ ബ്രെയിനിൽ ഞാൻ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന കാര്യം. ഇപ്പൊ NLP കൂടെ നമ്മൾ വാട്ട് ഐ തിങ്ക്, വൈ ഐ തിങ്ക് എന്നുള്ളത് നമ്മൾ എന്താണോ ഞാൻ ചിന്തിക്കുന്നത്, എന്തിനാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുക. നോർമലി ആ ഒരു പാറ്റേൺ വളരെ കുറവാണ്. ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് ഇല്ലാന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ അതേ സമയത്ത് എന്നെ തന്നെ ചോദ്യം ചെയ്യാണ്, എന്തുകൊണ്ടാണ് ഞാൻ അത് ചിന്തിക്കുന്നത്. അപ്പൊ തന്നെ എനിക്കൊരു ആൻസർ കിട്ടി. പ്രോബബിളി ഞാൻ എപ്പോഴെങ്കിലും സ്റ്റേജിൽ കയറിയപ്പം ആരെങ്കിലും ചിരിച്ചിട്ടുണ്ടാവും, ആരെങ്കിലും കളിയാക്കിയിട്ടുണ്ടാവും, അതിനൊരു റൂട്ട് കോസ് ഉണ്ടാവും. അതുമല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ജഡ്ജ്മെന്റലിനെ പേടിയാണ്, അതിനുള്ള പല റീസൺസും ഉണ്ടാവും. എപ്പോഴാണ് നമ്മൾ അതിനെ റീഫ്രെയിം ചെയ്യുക, റീവയർ ചെയ്യാണ്, ഈ തോട്ട് പാറ്റേൺ എൻ്റെ തോട്ട്സ് മാത്രമാണ്, അത് ഞാൻ ഫ്രെയിം ചെയ്തിരിക്കുന്ന എൻ്റെ ഒരു തോട്ട് പാറ്റേൺ ആണ്, അതൊരിക്കലും റിയൽ അല്ല, അതിൻ്റെ ഒരു ബിലീഫ് സിസ്റ്റം ആണ്. ആ ബിലീഫ്സിനെ നമ്മൾ റീവയർ ചെയ്തിട്ട് പുതിയൊരു ഫ്രെയിം കൊണ്ടുവരുവാണ്. ദാറ്റ് ഐ ക്യാൻ സ്പീക്ക് whatever it happened, that I have only believing that I can't do, but actually I can എന്നുള്ളത്. അതാണ് ഈസിയസ്റ്റ് വേയില് എനിക്ക് NLPനെ എന്റെ വേർഷനിൽ പറയാൻ പറ്റും. ഇപ്പൊ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിൽ വരുന്നത് ഇപ്പൊ നമ്മൾ ഒരു കോഴ്സ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ആ കോഴ്സ് കംപ്ലീഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്, ഒരു പ്രാക്ടീസ് വേണോ, അതോ നമ്മളുടെ ഓട്ടോമാറ്റിക്കലി നമുക്കത് ചേഞ്ച് വരും? ഓട്ടോമാറ്റിക്കലി നമ്മൾ പറയും എന്ത് കാര്യങ്ങളും അൺകോൺഷ്യസ് ഇൻകോമ്പറ്റൻസ് ആയിരിക്കും അല്ലെ. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അൺകോൺഷ്യസ് ആയിരിക്കും, ഇൻകോമ്പറ്റൻസ് ആയിരിക്കും. നമ്മൾ അതിനെ ഒരു ആക്ഷൻ എടുക്കും. ഇപ്പൊ ഡ്രൈവിങ് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഡ്രൈവിങ് ആദ്യം നമ്മൾ ഓർക്കും ഡ്രൈവിംഗ് ഭയങ്കര ഈസിയാ, എല്ലാവരും സ്റ്റൈലായിട്ട് വണ്ടി ഓടിക്കുന്നു. അപ്പോഴായിരിക്കും നമ്മൾ വണ്ടിയെ കയറി വണ്ടി ഓടിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് ഇതിനകത്ത് ഒത്തിരി പ്രോസസ്സ് ഉണ്ട്, എനിക്കൊരാളുടെ ഹെൽപ്പ് വേണമെന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു ആക്ഷൻ എടുക്കും, ഒരു ഡ്രൈവിംഗ് ഗുരുവിനെ വിളിക്കും, ആ ട്രെയിനർ വന്ന് നമ്മളെ പഠിപ്പിക്കും. അപ്പം നമ്മൾ കോൺഷ്യസ് ആണ്, നമുക്കിപ്പോൾ ഡ്രൈവിംഗ് അറിയത്തില്ല, പക്ഷെ നമ്മൾ കോൺഷ്യസ് ആണ് എനിക്ക് അറിയില്ല എന്നുള്ള കാര്യം. പിന്നെ നമ്മൾ അനദർ ലെവൽ എത്തും, കോൺഷ്യസ് കോമ്പറ്റൻസ്. അതായത് ഡ്രൈവിംഗ് ചെയ്യുന്ന ഒരാൾ ചിലപ്പോൾ 1 കിലോമീറ്റർ അകലെ ഒരു പൂച്ച നടന്നു പോയാൽ നമ്മൾ ഇവിടെ ബ്രേക്ക് അടിക്കും, ഒരു മനുഷ്യൻ നടന്നു പോയാൽ നമ്മൾ ഇവിടെ ബ്രേക്ക് അടിക്കും, നമ്മൾ പാനിക് ആവും, നമ്മൾ സ്ട്രെസ് ആവും. പക്ഷെ നമുക്ക് ഡ്രൈവിംഗ് അറിയാം, ബ്രേക്ക് ആണെന്നും ആക്സിലേറ്റർ ആണെന്നും ഗിയർ എല്ലാം അറിയാം. പക്ഷേ നമ്മൾ കോൺഷ്യസ് ആയിട്ടായിരിക്കും ഇത് ചെയ്യാം. പിന്നെ ഒരു ലെവലെത്തും, കുറേ പ്രാക്ടീസ് കഴിയുമ്പോൾ നമ്മൾ ഒരു ലെവലെത്തും, മാസ്റ്ററി. ആ സമയത്ത് നമ്മുടെ തൊട്ട് മുമ്പിൽ ഒരു ഉറുമ്പ് പോയാലോ ഒരു കിളി പോയാൽ പോലും നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ കോൺഷ്യസ് ആയിട്ടല്ല ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. ഒരു മാസ്റ്ററി സ്കില്ലിട്ട് വരും. ആ ഒരു ലെവലിലേക്ക് എത്തണം, എവറിത്തിങ് ത്രൂ പ്രാക്ടീസ് അല്ലെ. നമ്മൾ ആദ്യം ഈ ലെവലിൽ കൂടെ എല്ലാം പോകും. ആദ്യം നമ്മൾ അതിനെ പഠിക്കും. ആ പഠിക്കുമ്പോൾ നമുക്കറിയാം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയില്ല എന്നുള്ളത്. അതിനെ പ്രാക്ടീസിൽ കൂടെ ഒരുപാട് തിയറി ആൻഡ് പ്രാക്ടിക്കൽ സെഷനിൽ കൂടെ നമ്മൾ ഒരു സെഷനിലെത്തും, ഒരു ഏരിയയിലെത്തും, കോൺഷ്യസ് കോമ്പറ്റൻസ്. ആ സമയത്ത് നമുക്ക് പല കാര്യങ്ങൾ ഓർത്തെടുക്കണമെന്നില്ല, നമുക്ക് ഒരാളുടെ ഹെൽപ്പ് വേണ്ടി വരുമായിരിക്കും, ട്രെയിനേഴ്സിന്റെ ഹെൽപ്പ് വേണ്ടി വരുമായിരിക്കും, നമുക്ക് ബുക്കൊക്കെ ഒന്ന് റെഫർ ചെയ്യേണ്ടി വരുമായിരിക്കും. അങ്ങനെ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യല്ല, അവിടേക്കാണ് കൂടുതൽ ആളുകൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. കാരണം ചാലഞ്ചസ് വരുമ്പോൾ അയ്യോ ഇതെനിക്ക് പറ്റുന്നതല്ല എന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഇത് ലൈഫിലും ഞാൻ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞതിന്റെ എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെയാണ്. ഇപ്പൊ ബിസിനസ് ഒക്കെ തുടങ്ങുന്നവരും ഇങ്ങനെയല്ലേ, ചാലഞ്ചസ് വരുമ്പോഴോ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരുമ്പോഴോ ഇതൊന്നും എനിക്ക് പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് അവർ പാതി വഴിച്ചിട്ട് ഉപേക്ഷിക്കും. ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള എത്ര പേരുണ്ട് വണ്ടി ഓടിക്കുന്നത് അല്ലെ. കുറെ ആളുകൾ ലൈസൻസ്, പ്രത്യേകിച്ച് നാട്ടില് ലൈസൻസ് വെറുതെ ഒരു ID പ്രൂഫായിട്ട് വെക്കുന്നവരുണ്ട്, പക്ഷെ വണ്ടി ഓടിക്കാൻ അവർക്ക് പേടിയായിരിക്കും. അപ്പൊ ഇതുപോലെ ആ മാസ്റ്ററിയിൽ എത്താനുള്ള ആ ചാലഞ്ചസിനെ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പൊ അതേപോലെയാണ് NLP പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ഒരു ടൈം ആകുമ്പോഴായിരിക്കും നമ്മൾ മാസ്റ്ററിയിൽ ഓട്ടോമാറ്റിക്കലി ഒരാളുടെ കണ്ണി നോക്കിയാൽ തന്നെ അല്ലെ അവരോട് ഒരു 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ തന്നെ വാട്ട് ഈസ് ദേ ആർ ലാക്കിങ്, വാട്ട് ഈസ് ദ സപ്പോർട്ട് ഐ ഷുഡ് ഗിവ് ദം, എന്തൊക്കെയാണ് ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഓട്ടോമാറ്റിക്കലി സൊല്യൂഷനും അറ്റ് ദ സെയിം ടൈം അതിന്റെ തെറാപ്പി എല്ലാ കാര്യങ്ങളും നമുക്ക് നാച്ചുറലി കിട്ടും. ഇപ്പൊ തെറാപ്പിയുടെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ CBT കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യുന്ന അത് എത്ര എഫക്റ്റീവ് ആണ് ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു സ്ട്രെസ്സോ ആങ്സൈറ്റി ഒക്കെ ഉള്ള ഒരാൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു CBT പോലുള്ള തെറാപ്പി എടുക്കുമ്പോൾ എത്രമാത്രം ഹെൽപ്ഫുൾ ആണ്? സെർട്ടൻലി CBT മാത്രമല്ല ഒരുപാട് തെറാപ്പികളുണ്ട്.
ആൻഡ് ഇവഞ്ച്വലി എനിക്ക് ഒന്നിനെയും ഡിഫൈൻ ചെയ്യുന്നതിനോട് പേഴ്സണലി എനിക്ക് താല്പര്യമില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഈച്ച് ഇൻഡിവിജ്വൽ ഡിഫേഴ്സ് അല്ലെ. അപ്പോൾ അത് പറയുന്നപ്പോഴാണ് നമ്മൾ ഒരാളെ കാണുമ്പോൾ അയാൾക്ക് ഇന്ന തെറാപ്പിയാണ് കൊടുക്കേണ്ടതെന്നുള്ള എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഒരു ഡോക്ടർ എന്ന നിലയിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു ആൾക്ക് അയാൾക്ക് ഇങ്ങനെ ഈ തെറാപ്പിയാണ് കൊടുക്കുന്നത് എന്ന് അത് പറയുമ്പോൾ അത് ത്രൂ പ്രാക്ടീസ് ആണ്. ആ. അത് നമ്മൾ 15-16 വർഷമായിട്ട് പഠിക്കുമല്ലേ. അല്ല, അത് മാത്രല്ല ഞാൻ പറയുന്നത്, ഇപ്പൊ കുറെ ഈ ടേംസ് ഒക്കെ ആൾക്കാർക്ക് ഇപ്പൊ ഒരുപാട് അവയർനെസ് ഉണ്ട്. ഇപ്പൊ പല ആൾക്കാരും പറയും നമുക്കൊരു ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ, നമുക്ക് ആങ്സൈറ്റി ആണ്, എനിക്ക് ഡിപ്രഷൻ ആണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ യഥാർത്ഥത്തിൽ അവര് ആ ഒരു ഡിപ്രഷനും ആങ്സൈറ്റി ഒക്കെ ഡെയിലി ലൈഫിൽ സാധാരണക്കാരായ ആൾക്കാർ അനുഭവിക്കുന്നുണ്ടോ, അത് അവരൊരു ടേമായിട്ട് അത് യൂസ് ചെയ്യാന്ന്? എക്സാക്ട്ലി. ലേബലൈസിങ് ഭയങ്കര ഈസിയാണ് ഇപ്പോഴേ. കാരണം പ്രത്യേകിച്ച് അതിന് സോഷ്യൽ മീഡിയ ഒരു മേജർ റോൾ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങ് ഡിപ്രഷനാണ്. എല്ലാവരും അതിന് ഈസി ആയിട്ട് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരു പക്ഷേ ക്യാൻസറിനെക്കാട്ടും മാരകമായിട്ടുള്ള ഒരു അസുഖമാണെന്ന് പറയും. ശരിക്കും അതൊരു ഡിസീസാണ് ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ. അതിനെയൊക്കെ നോർമലൈസ് ചെയ്യുമ്പോൾ നമുക്ക് വിഷമം തോന്നാറുണ്ട്. ഇപ്പോൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർ തന്നെ അങ്ങ് ലേബലൈസ് ചെയ്ത് പറയും. പക്ഷേ ഇവഞ്ച്വലി നമ്മൾ അതിനെ ഒട്ടും ഡിസ്മിസ് ചെയ്യില്ല, അതായത് അതിനെ അങ്ങ് വെറുതെ പുച്ഛിച്ച് കളയാറുമില്ല. രാധ നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാറാണ്. ബിക്കോസ് നോർമലി ആളുകൾക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഈ വേർഡ്സ് ഒക്കെ. പക്ഷെ വേറൊരു വലിയൊരു ഗുണമുള്ളത്, ഇതൊക്കെ ആളുകൾ തെറാപ്പി ചെയ്യാനും ഇങ്ങനത്തെയൊക്കെ ഉള്ള വേർഡ്സും ലേബലൈസ് ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ അവർക്ക് തന്നെ അവയർനെസ് ഉണ്ട്. പണ്ടത്തെ കാലത്ത് അതൊന്നും ഇല്ലായിരുന്നല്ലോ. അത് തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ അവർ നമ്മളുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുവാണ്, ആക്ച്വലി നിങ്ങളുടെ പ്രോബ്ലം ഇതല്ല, ഇതിനുള്ള സൊല്യൂഷൻ ഇങ്ങനെയാണെന്നുള്ളത്. തെറാപ്പി കാര്യങ്ങൾ, തെറാപ്പിയിൽ എന്നോട് ചോദ്യം ചോദിച്ചല്ലോ, എങ്ങനെ ഇത് നമ്മൾ ഡിഫൈൻ ചെയ്യുമെന്നുള്ളത്. നോർമലി ഓരോ സെഷനും ഓരോ ആളുകളിലും ഓരോ രീതിയിലുള്ള ഡിസീസസോ അതുമല്ലെന്നുണ്ടെങ്കിൽ ബേസിക് ലെവൽ ഓഫ് ബോർഡർ ലൈൻ ഇഷ്യൂസ് ഒക്കെ ആയിരിക്കും അവർക്കുള്ളത്. അപ്പോൾ അതിന് പറ്റിയത് ചിലപ്പോൾ ഒരു കൗൺസിലിംഗ് ആയിരിക്കും. ചില സമയത്തുണ്ടല്ലോ, ഞാൻ കണ്ടിട്ടുണ്ട്, ഈവൻ ലിസ്ണിങ് ഇസ് സെൽഫ് ഹീലിംഗ്. ആരും അവരെ കേൾക്കാനുണ്ടാവത്തില്ല, കേൾക്കാനുണ്ട്, അത് ജഡ്ജ്മെന്റലായിരിക്കും. നമ്മൾ നമ്മുടേതായിട്ടുള്ള കുറച്ച് ലോജിക്കൽ തോട്ട്സ് അവിടോട്ട് ഇട്ട് കൊടുത്തിട്ട് പറയും ഇങ്ങനെയാണ്. അതിനെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അവർ ഓക്കെ എന്ന് പറഞ്ഞ് സൈലന്റ് ആയിട്ട് അവിടുന്ന് പോകും. അതിനെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടുണ്ടാവും അവരുടെ ലോജിക്കൽ തോട്ട്സ് വെച്ചിട്ട്. ഇപ്പം ജഡ്ജ്മെന്റൽ അല്ലാതെ ഒരാളെ ലിസൺ ചെയ്യാൻ സംഭവിക്കുന്നത് തന്നെ നമുക്ക് ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യം. എൻ്റെ ലോജിക്കൽ തിങ്കിങ് ഒന്നും അതിൽ കൊണ്ടുവരേണ്ട. ഞാൻ ഇതിനെ ഇങ്ങനെയാണ് ഓവർകം ചെയ്തത്, ഞാൻ ഈ പ്രശ്നങ്ങളിൽ കൂടെ പോയപ്പോൾ ഇങ്ങനെയാണ് ചെയ്തത്, നീ ഇതിന് വിഷമിക്കുന്നോ എന്ന് ചോദിക്കുന്നതിന് പകരം ഐ ഹേർഡ് യു, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, നിനക്ക് എത്രത്തോളം വിഷമത്തിൽ കൂടെ നീ പോകുന്നത്, ഐ ടോട്ടലി എഗ്രി വിത്ത് യു. ആ ഫസ്റ്റ് പെർസെപ്ഷനെ അവരായിട്ട് അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് തന്നെ വൺ ഓഫ് ദ ഹീലിംഗ്. അതർവൈസ് ഓരോരോ പ്രശ്നങ്ങൾക്കും ഓരോ രീതിയിലായിരിക്കും നമ്മൾ തെറാപ്പി സെഷൻസ് കൊടുക്കുക. അതൊരിക്കലും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല സെർട്ടൻ തെറാപ്പിയിൽ വെച്ച് ലിമിറ്റ് ചെയ്ത്. നോ. സോ പ്രോബബ്ലി ചിലപ്പോൾ ഒരു 1 സെഷനിൽ കൊണ്ട് സോൾവ് ചെയ്യുന്നവരുണ്ട്, ചിലപ്പോൾ 10 സെഷനിൽ കൂടെ സോൾവ് ചെയ്യുന്നവരുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് there will be solution, that's for sure. കോർപ്പറേറ്റ് ട്രെയിനിങ് ഒക്കെ എടുക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് പേര് ഇങ്ങനെ കാണുന്നുണ്ടാവില്ല. എന്ന് വെച്ചാൽ നമ്മളൊരു ട്രെയിനിങ്ങിനായിട്ട് പോയിട്ടുണ്ടാവുക, പക്ഷെ അവിടെ ഈ മെന്റൽ ട്രോമയിൽ കൂടെ ഒക്കെ പോകുന്ന ഒരുപാട് പേര് തന്നെ ചിലപ്പോൾ കാണുന്നുണ്ടാവും. അവർക്ക് എങ്ങനെ ഇതൊന്നൊരു ഓവർകം ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ അവർ ഇതെങ്ങനെ ഒരു റിയലൈസ് ചെയ്യാൻ പറ്റുക? എനിക്ക് ഇങ്ങനെ ഒരു ഓക്കെ, ഇപ്പൊ കോർപ്പറേറ്റ് ട്രെയിനിങ്ങിൽ നമ്മളുടെ ഡിമാൻഡ്സ് അനുസരിച്ചിട്ടാണ് മോസ്റ്റ് പ്രോബബ്ലി നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കായിരിക്കും സെഷൻ എടുക്കേണ്ടത്. അപ്പോൾ സം ടൈം ഞാൻ ചില ആളുകളെ റെക്കഗ്നൈസ് ചെയ്തിട്ട് അവരോട് പേഴ്സണലി, നമ്മുടെ ടൈം ലിമിറ്റേഷൻസും എല്ലാം ഉണ്ടാവുമല്ലോ. ഇപ്പം ഈ കൂടുതലും ട്രോമറ്റൈസ് ആയിരുന്ന മൊമെന്റ്സ് ഒക്കെ അവർക്ക് പേഴ്സണൽ ലൈഫിലും പിന്നെ വർക്ക് ലൈഫ് ബാലൻസും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അവരുടെ പേഴ്സണൽ ലൈഫിലുള്ള ഇഷ്യൂസ് അവർ വർക്കിലോട്ട് കൊണ്ടുവരും, അവരുടെ പ്രൊഡക്ടിവിറ്റീനെ അത് ബാധിക്കുന്ന ഒരു ഇഷ്യൂസ് ഉണ്ടാവും. രണ്ടാമത്തെ ഒരു കാര്യം, വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വർക്കിലെ സ്ട്രെസ് എല്ലാം കൂടെ അവരുടെ പേഴ്സണാലിറ്റിനെ ഡിഫൈൻ ചെയ്യും. ഇപ്പൊ വീട്ടിലുള്ള ഫാമിലിയോട് രാവിലെ പറയുമായിരിക്കും, നമുക്ക് വൈകുന്നേരം ഒന്ന് പുറത്തു പോകാമെന്ന് പറയും. ഓഫീസിൽ എന്തെങ്കിലും മാനേജേഴ്സ് എന്തെങ്കിലും വഴക്ക് പറയുമോ അല്ലെങ്കിൽ സ്ട്രെസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും, വീട്ടിൽ വന്നിട്ട് പറയും, ഇന്ന് എനിക്ക് വർക്കിൽ ഭയങ്കര പ്രശ്നമായിരുന്നു, അതുകൊണ്ട് ഇന്ന് എനിക്ക് പുറത്തു വരാൻ താല്പര്യമില്ല. അപ്പോൾ ആ ടോട്ടൽ അവരുടെ എക്സൈറ്റ്മെന്റിനെ എല്ലാം അങ്ങ് ഡിസ്മിസ് ചെയ്യും. ഇപ്പം ഇവരുടെ പേഴ്സണാലിറ്റിനെ ഇത് ബാധിക്കുകയും വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലാത്തതിൻ്റെ പേര് ഇത് പല രീതിയിലും രണ്ട് രീതിയിലും ഇത് ബാധിക്കുന്നതുണ്ട്. അപ്പൊ ഇതൊക്കെ കാരണം ഒരുപാട് സ്ട്രെസ്സിലോട്ട് പോകുന്നവരെയൊക്കെ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ 1-on-1 സെഷൻ കൊടുക്കാറുണ്ട്. ഓഫ് കോഴ്സ് ടൈം ലിമിറ്റ്സ് ഉണ്ട് അവിടെ. അത് പറഞ്ഞ പോലെ ഞാനിപ്പോ മുമ്പ് ചോദിച്ചൊരു കാര്യമാണ്, നമ്മൾ ജെന്റിൽ പാരന്റിങ്ങിന് ഇമ്പോർട്ടൻസ് അതും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. ഡെഫിനറ്റ്ലി. ജെന്റിൽ പേരന്റിംഗ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം ലേബലൈസിങ് ആണ്. ഓക്കെ,
എങ്ങനെയാ ഈച്ച് പേരന്റ് ഡിഫേഴ്സാ. ഉം. ഇപ്പം നമ്മളിപ്പോൾ ഇതെല്ലാം ലേബലൈസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സുകളാണ്. ഇങ്ങനെ ആയിരിക്കണം പേരൻസ്, ഇങ്ങനെ ആകണ്ട പേരൻസ്, സെറ്റ് ഓഫ് റൂൾസേ വേണ്ട പേരൻറ്റിങ്ങിൽ, അല്ലേ? പക്ഷേ പേരൻസ് ആണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നേക്കുന്നത്. പേരൻസ് ആണ് ചിന്തിക്കുന്നത് അവരുടെ കുട്ടി ഇങ്ങനെയാണ്, അവരുടെ പേരൻസ് ഇങ്ങനെയാണ്, ഇവരുടെ കുട്ടി ഇങ്ങനെ ആയത് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ്, അതുകൊണ്ട് ഞാനും ഇങ്ങനെ ആവണം. അത് പാടില്ല. നമുക്ക് നമ്മുടെ കുട്ടികളെ നമുക്കല്ലാതെ വേറെ ആർക്കാ മനസ്സിലാക്കാൻ പറ്റുക, അല്ലേ? അവര് കണ്ണ് തുറന്നൊന്ന് കണ്ടാൽ മതി, ചെവി തുറന്നൊന്ന് കേട്ടാൽ മതി. അത് തന്നെയാണ് ആക്ച്വലി ഒരു ജെന്റിൽ പേരന്റിങ് എന്ന് പറയുന്നത്. എക്സ്പെക്റ്റേഷൻ കുറയ്ക്കുക. നമ്മുടെ കുട്ടി ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആകണം, സെറ്റ് ഓഫ് റൂൾസ് കൊണ്ടുവരിക. സയൻസ് എടുക്കുക, എൻ്റെ കുട്ടി സയൻസ് എടുത്താൽ മാത്രമേ, ഞാൻ പല പേരൻസിലും കണ്ടിട്ടുണ്ട് ദാറ്റ് കുട്ടികൾ കോമേഴ്സ് ആയിരിക്കാം, ഹ്യൂമാനിറ്റീസ് ആയിരിക്കും, അതൊന്നും മറ്റുള്ളവരോട് ഷെയർ പോലും ചെയ്യില്ല. അവർ പറയുന്നത് സയൻസ് എടുത്താൽ മാത്രമേ എൻ്റെ കുട്ടി ബ്രില്യൻ്റ് ആണെന്ന് അവർ ചിന്തിക്കും, അല്ലെങ്കിൽ അവർ ഓർക്കുന്നത് എൻ്റെ കുട്ടി ബ്രില്യൻ്റ് അല്ല. അങ്ങനെ പറയുന്ന എത്ര പേരൻസിനെ എനിക്ക് അറിയാവുന്നറിയോ? അതേപോലെ പലപ്പോഴും ഈ ഓവർ എക്സ്പെക്റ്റേഷൻ. രണ്ടാമത്തെ ഒരു മേജർ കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പേരൻസ് എന്നെ ഇങ്ങനെയാ വളർത്തിയത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വളർന്നാൽ മതി. ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പെട്ട് വളർന്നവരാണ്, ഞങ്ങൾ 30 കിലോമീറ്റർ നടന്നാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്, എനിക്ക് 2 ഉടുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേം എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമുക്ക് ആ ഒരു ലൈഫ് സ്റ്റൈൽ അല്ല. ഇപ്പം ആ കുട്ടികൾ 2 ഉടുപ്പ് ഇട്ട് ചെയ്യാൻ പറ്റുമോ? ഈ ഫുഡ് അവർ അന്ന് കഴിച്ച ഫുഡാണോ ഇവർക്ക് കൊടുക്കണ്ടേ, അല്ലേ? കാലത്തിനനുസരിച്ചും നമുക്ക് കിട്ടുന്ന അവൈലബിലിറ്റിക്ക് അനുസരിച്ചുമാണ്. അപ്പോൾ ജെന്റിൽ പേരന്റിങ്, ഈ കമ്പാരിസൺ, അവരുടെ ഫാമിലി, അവരുടെ കുടുംബം, അത് എൻറ്റയർലി ഡിഫറെൻറ്റ് പേരന്റിങ് ആണ്, അല്ലേ? ആ കാലഘട്ടത്തിനനുസരിച്ച് അവർ ജീവിച്ച്, ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് കുട്ടികളെ വളർത്തുക എന്നുള്ളതാണ് അവിടെ വേണ്ടത്. എപ്പോഴും കുട്ടികൾക്ക് വേണ്ടത് എന്താണ്? അവരെ ലിസൺ ചെയ്യാൻ, ജഡ്ജ്മെൻ്റൽ അല്ലാതിരിക്കുക. ഇപ്പം നോർമലി എന്താ സംഭവിക്കുന്നത്? കുട്ടികൾ ഓൾറെഡി സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് വന്നു കഴിയുമ്പോൾ സ്കൂളിൽ ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ടാണ് കുട്ടികൾ ഇന്നത്തെ കാലത്തുള്ള സ്കൂൾ എഡ്യൂക്കേഷൻ. വീട്ടിലോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ ഒരു അതർ പ്രിൻസിപ്പൾ ഇങ്ങനെ ഇരിപ്പുണ്ടാവും, ഒരു വൈസ് പ്രിൻസിപ്പളും ഉണ്ടായിരിക്കും. അവർ എന്നിട്ട് റൂൾസ് വെക്കുകയാണ്. നീ വന്നു, വേഗം തന്നെ കൈ കഴുകുക, കാല് കഴുകുക, ഫുഡ് കഴിക്കുക, ട്യൂഷന് പോവുക, അതിനുശേഷം സ്പോർട്സ് ഉണ്ട്, അത് ചെയ്യുക, ഇത് ചെയ്യുക, കുറേ റൂൾസ്, സെറ്റ് ഓഫ് റൂൾസ് വെക്കുകയാണ്. അപ്പോൾ കുട്ടി പറയാണ്, അമ്മ എനിക്ക് ഒരു 5 മിനിറ്റ് TV കാണണം. അപ്പോൾ പറയണ 5 മിനിറ്റ് TV കാണാൻ പറ്റില്ല. നീ ആദ്യം കൈ കഴുകിയിട്ട് വന്ന് ഫുഡ് കഴിച്ചിട്ട് കുളിക്കിയിട്ട് പിന്നെ ട്യൂഷന് പോകാനുള്ളതാണ്, അതാണ് ഇതാണെന്ന് റൂൾസ് വെക്കുകയാണ്. ഇവിടെ ഒരു വിൻ വരുന്നേ ഇല്ല. ഇവിടെ ഒരു ചോയ്സ് കുട്ടിക്ക് കൊടുക്കുന്നേ ഇല്ല. അവിടെ വേറൊരു സ്കൂളാണ്, കുറച്ചും കൂടി ബോർഡിംഗ് സ്കൂളാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം സ്കൂളുകളിൽ ഇപ്പൊ പേരൻസിന്, ടീച്ചേഴ്സിന് അടിക്കാനുള്ള പെർമിഷൻ ഒന്നും ഇല്ല, അല്ലേ? പഠിക്കാത്ത കുട്ടികളെ അവർ പുറകിലോട്ട് അങ്ങ് തള്ളത്തേ ഉള്ളൂ. പക്ഷെ വീട്ടിൽ എന്താണ്, നമുക്ക് 2 പേരോ ഒരാളെ മാത്രം നോക്കേണ്ടതുള്ളതുകൊണ്ട് അവിടെ സ്ട്രിക്ട്നെസ് കൂടുതലാണ്. കാരണം ഇവിടെ നമ്മളാണല്ലോ രാജാവ്, കാരണം നമ്മളാണല്ലോ അവർക്ക് ഫുഡ് കൊടുക്കുന്നത്, അവർക്ക് അവരുടെ ചെലവ് നടത്തുന്നത്. അപ്പൊ കുട്ടികൾ ലിസൺ ചെയ്യാൻ ബാധ്യസ്ഥരാണ്, അവർക്ക് അക്കോമഡേഷൻ കൊടുക്കുന്നത് നമ്മളാണല്ലോ. അതിനെ നമ്മൾ പേരൻസ്, ഇപ്പോഴത്തെ പേരൻസ് കുറച്ച് മുതലാക്കുന്നുണ്ട്, ഇമോഷണലി ട്രാപ്പ് ആക്കുന്നുണ്ട്. കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്, ഞാൻ ഈ ചെയ്യുന്ന മൊത്തം നിങ്ങൾക്ക് വേണ്ടിയാണ്, ഞാൻ ഇത്രയും പൈസ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല. ഇതൊന്നും അവർ പറഞ്ഞിട്ടല്ല, നമ്മുടെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ, അല്ലേ? നമ്മളുടെ ആഗ്രഹങ്ങളാണ് അവരിലേക്ക് അടിച്ചു വെക്കുന്നത്. ഇപ്പൊ ജെന്റിൽ പേരന്റിങ് ഇതേ ഉള്ളൂ. അവരെ അവരായിട്ട് കാണുക, അവരുടെ സ്കിൽസ് എന്താണെന്നുള്ളത് നോക്കുക. വേറൊരു സ്കൂള് കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോൾ അതൊരു സ്കൂൾ അറ്റ്മോസ്ഫിയർ ആക്കാതിരിക്കുക, അതിനെ ഒരു ഹോം ആക്കുക, ഒരു ബ്യൂട്ടിഫുൾ ഹോം. അവിടെ ഹാപ്പിനെസ് ആയിരിക്കണം. കുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അവരോട് സംസാരിക്കുക, അവരുടെ കൂടെ അവർക്ക് ഇഷ്ടമുള്ള അവരുടെ കൂടെ ഒരുമിച്ചിരുന്ന് സിനിമ കാണുക, മ്യൂസിക് കേൾക്കുക, ഡിസ്കഷൻ വെക്കുക, അവരോട് ബ്യൂട്ടിഫുൾ ആയിട്ട് സംസാരിക്കുക. ഇതൊക്കെ തന്നെ മതി, അല്ലാണ്ട് സെറ്റ് ഓഫ് റൂൾസ് പ്ലീസ്. ഓക്കെ. ഇപ്പോൾ UAE-യിലുള്ള പ്രവാസികളോട് എന്ത് ഇൻഫർമേഷൻ ആണ് അവർക്ക് കൊടുക്കാനുള്ളത്? ഓക്കെ, UAE-യിലുള്ള പ്രവാസികൾ തന്നെയല്ല, എല്ലാവരോടും, അല്ലെ? എക്സ്പാറ്റ്സ് എവിടെയാണെങ്കിലും സെയിം ആണ്. ഈവൻ നാട്ടിലുള്ളവർക്കും എല്ലാവരോടും പറയാനുള്ളത്, ജസ്റ്റ് സറണ്ടർ യുവർ സെൽഫ്. ലൈക്ക് ഒന്ന് ഡീപ് ബ്രെത്ത് എടുക്കുക. കാരണം ഇപ്പൊ എല്ലാവരും എവിടേക്കോ ഓട്ടമാണ്, എന്തൊക്കെയോ നേടാൻ വേണ്ടി, എന്തിൻ്റെയൊക്കെയോ പുറകില്, ആരെയൊക്കെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടി, ആരുടെയൊക്കെയോ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാനുള്ള ഓട്ടമാണ്. അത് പേരൻസ് ആയിക്കോട്ടെ, അഡൾട്ട്സ് ആയിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, എല്ലാ പ്രൊഫൈലിലുള്ളവർക്കും. ഇപ്പൊ കുട്ടികൾക്ക് ഓക്കെ, അവരുടെ പേരൻസിന്റെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടി അവർ കിടന്ന് സ്ട്രഗിൾ ചെയ്യുമായിരിക്കും.
അല്ലെ? അതിൽ കൂടെ അവർക്ക് സ്ട്രെസ്സും ആൻസൈറ്റിയും ആ ചെറിയ പ്രായത്തിൽ തന്നെ, അതായത് അവര് സത്യം പറഞ്ഞാൽ ഔട്ട് ഓഫ് ലോകത്തിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ലോകത്തെ കാണേണ്ട ഒരു ഏജ് ആണ് അവരുടെ. പക്ഷെ അവരിൽ ആർക്കാണ് അത് കിട്ടുന്നത്? ആ കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും ഒരു മൊമെന്റ് കിട്ടുന്നുണ്ടോ? ചെറിയ പ്രായം മുതൽ ഒരു 3 വയസ്സ് മുതലേ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ അവരവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു, അവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നു, പുതിയ പുതിയ പോർഷൻ പഠിക്കുന്നു, പുതിയ പുതിയ ലാംഗ്വേജ് പഠിക്കുന്നു, അവർ കളിക്കുവോ, അവരൊന്നും അവരുടേതായിട്ടുള്ള എൻജോയ്മെന്റ് ഇല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള സ്ട്രെസ്. അത് കഴിഞ്ഞ് അഡൽട്സ്, ടീനേജേഴ്സിന്റെ ആയിട്ടുള്ള ഇഷ്യൂ, പിന്നെ അഡൽട്സ് ആയി കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റീസ്, കുടുംബം നോക്കുക, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. പിന്നെയും ഓരോ ഏജിലും ആ റെസ്പോൺസിബിലിറ്റി കൂടി കൂടി വന്നിട്ട് ആരും ഒരു മൊമെന്റത്തിൽ അല്ലെ എന്താണ് എൻ്റെ ലൈഫ് എങ്ങനെയാണ് പോകുന്നത്, ഞാൻ ഡിസൈൻ ചെയ്യുന്ന പോലെയാണോ പോകുന്നത്, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യണ പോലെ ഒന്നും വേണമെന്നില്ല, എങ്ങനെ വേണേലും ഞാൻ പറഞ്ഞില്ലേ സെറ്റ് ബാക്സ് എങ്ങനെ വേണേലും വന്നിട്ടെ അതിനെയൊക്കെ കോൺകർ ചെയ്യാനും അതിനെയൊക്കെ ഞാനൊന്ന് യുനോ അവെയർ ആയിട്ടും ഡീപ്പ് ബ്രെത്ത് എടുത്ത് ഈസി ആയിട്ട് എനിക്ക് പോകാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ചാലഞ്ചസിനെയൊക്കെ എനിക്കൊന്ന് ഫേസ് ചെയ്ത് അതിനെയൊക്കെ ഹാപ്പി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം എപ്പോഴോ നമ്മൾ മറന്നുപോയി. അതിന് പകരമായിട്ട് ഒന്ന് പോസ് ചെയ്യുക, ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. ഇത് കേൾക്കുന്ന ഓരോരുത്തരും എവിടെയാണോ ഇരിക്കുന്നത് അവരൊന്ന് കണ്ണടച്ചിട്ടൊന്ന് റിഫ്ലക്റ്റ് ചെയ്യുക. ഞാൻ എവിടെയാ ഉള്ളത്, എനിക്ക് എവിടോട്ടാണ് പോകേണ്ടത്, എന്തിൻ്റെ പുറകിലാണ് ഞാൻ പോകുന്നത്, ആ പുറകിൽ പോകുന്നതുകൊണ്ട് എന്തെങ്കിലും റീസൺ ഉണ്ടോ, അത് എൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണോ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയാണോ, എന്താണ് എൻ്റെ ലൈഫിൽ, ഞാനിപ്പോൾ ഒരു 30 വയസ്സായെങ്കിൽ ആ 30 വയസ്സ് വരെയുള്ള ലൈഫിൽ ഒന്ന് ടേൺ ബാക്ക് ചെയ്ത് നോക്കുക. വാട്ട് ഈസ് ദാറ്റ് ഐ ഗെയിൻ, വാട്ട് ഈസ് ദാറ്റ് ഐ എൻജോയ്, വാട്ട് ഈസ് ദാറ്റ് ഐ എക്സ്പ്ലോർഡ്. ഈ ലോകം നമുക്ക് വേണ്ടി ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അല്ലേ, ഹോൾ വേൾഡ്. അവിടെ എന്തൊക്കെയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തത്, എന്തൊക്കെയാണ് നമ്മൾ എൻജോയ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞുള്ള ലൈഫിലെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്യുക, അവിടെ നമ്മുടേതായിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ് കൊണ്ടുവരിക, ബിലീഫ്സ് കൊണ്ടുവരിക. പക്ഷെ അതെപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം, ഒരിക്കലും സപ്രസ് ചെയ്യുന്നതായിരിക്കില്ല അല്ലേ. അതിനെ ഒന്ന് ഈസി ആയിട്ട് മുന്നോട്ട് പോയാൽ മതി. അത് മാത്രമേ ഉള്ളൂ, നോട്ട് ഓൺലി ഫോർ എക്സ്പാറ്റ്സ്, എനിവൺ ഇൻ ദിസ് വേൾഡ്. താങ്ക് യു വെരി മച്ച്. ഇത്ര നേരം നമുക്ക് വേണ്ടിയിട്ട് വേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സമയം ചെലവഴിച്ചതിന് നന്ദി, നമസ്കാരം. താങ്ക് യു ഓക്കെ സുധീൻ, താങ്ക് യു സോ മച്ച്. ഓക്കെ.